ഇതിപ്പോ വിളവെടുത്ത പാഷൻ ഫ്രൂട്ട് ആണ്. അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീനറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അതിപ്പോ 2 വെറൈറ്റിയിലുള്ള പാഷൻ ഫ്രൂട്ട് ആണ് കേട്ടാ, യെല്ലോ കളറിലുള്ളതും പർപ്പിൾ കളറിലുള്ളതും. അപ്പൊ യാതൊരു പരിചരണവും ഇല്ലാണ്ട് വളർത്താൻ പറ്റാനാണ് പാഷൻ ഫ്രൂട്ട്. നമ്മ ഇവിടെ വളർത്തിയേക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മരങ്ങളുടെ മുകളിലോട്ട് പടർന്ന്, നമ്മുടെ ഫ്രൂട്ടിന്റെ തോട്ടത്തില് മരങ്ങളുടെ മുകളിലാണ് ഇത് പടർന്ന് കിടക്കുന്നത്. നിറച്ച് പാഷൻ ഫ്രൂട്ടാണ്. ഡെയിലി വിളവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മ ഇതേപോലെ വരുമ്പോ ഇവിടെ നിന്ന് താഴെ ഇങ്ങനെ കൊട്ടക്കണക്കിന് നമുക്ക് പെറുക്കിയെടുക്കാട്ടോ. കുറെയൊക്കെ കിളികൾ തിന്നിട്ടുണ്ട് കണ്ട, ഇഷ്ടംപോലെ കിളികളും തിന്നും. പിന്നെ നമുക്കും കിട്ടും. അപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് പാഷൻ ഫ്രൂട്ട്. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും സ്ക്വാഷ് ഉണ്ടാക്കാനും ജാം ഉണ്ടാക്കാനും അതേപോലെ അച്ചാറിടാനും ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. അത് കൂടാണ്ട് നമുക്ക് പാഷൻ ഫ്രൂട്ടിന്റെ എളുപ്പം ഇലകൾ നമുക്ക് തോരൻ ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. അപ്പൊ ഇത്രയും ഗുണങ്ങളുള്ള പാഷൻ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് വിത്ത് പാകിയാണ് പാഷൻ ഫ്രൂട്ടിന്റെ തൈകൾ ഉണ്ടാക്കണത്. പിന്നെ നമുക്ക് കമ്പ് മുറിച്ചും നട്ടു പിടിപ്പിക്കാം. കമ്പ് മുറിച്ച് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കായ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ നമുക്ക് സെയിം ഉള്ള വെറൈറ്റി നമുക്ക് കൃഷി ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് 2 രീതിയിലും പാഷൻ ഫ്രൂട്ട് നട്ടു കൊടുക്കാം. യാതൊരു വീട്ടിലുള്ള വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് പാഷൻ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്യാം. അപ്പൊ കണ്ട, നമുക്കിപ്പോ ആദ്യം യെല്ലോ കളറിലുള്ള പാഷൻ ഫ്രൂട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. കണ്ട, തോലിനൊക്കെ നിറച്ച് പൾപ്പാണ്. കണ്ട, ചെറിയ പാഷൻ ഫ്രൂട്ട് ആണെങ്കിലും നിറച്ച് പൾപ്പാണ്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ യെല്ലോ കളറ് പാഷൻ ഫ്രൂട്ടിനും നല്ല മധുരം തന്നെയാണ്. സാധാരണ യെല്ലോ കളർ പാഷൻ ഫ്രൂട്ടിന് കുറച്ച് പുളി ഉണ്ടാവും, പക്ഷെ ഇതിന് നല്ല മധുരമുള്ള വെറൈറ്റി തന്നെയാണ്. അതേപോലെ നമുക്ക് പർപ്പിൾ കളർ ഉള്ളതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കണ്ട, പർപ്പിൾ കളറ് ഉള്ള പാഷൻ ഫ്രൂട്ടാണിത്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ട, ഇതിന്റെ പൾപ്പ് നല്ല ഓറഞ്ച് കൂടിയതാണ്. കണ്ട, ഇതിന്റെ യെല്ലോ രണ്ടും സെയിം വ്യത്യാസമുണ്ട്. കണ്ട, പൾപ്പുകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മധുരം കേട്ടോ നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്. പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വെറുതെ ഇതേപോലെ നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് തന്നെയാണ്. മാർക്കറ്റിൽ നിന്ന് നല്ല വിലയുള്ള ഫ്രൂട്ടാണ്. കിലോത്തിന് 300 രൂപ വിലയുള്ള ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് കൃഷി ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് തൈകൾ മേടിക്കാൻ കിട്ടും. അപ്പൊ എല്ലാവരും പാഷൻ ഫ്രൂട്ടൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം.